നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രക്കായ ഫ്രൈ ചെയ്തതാണ്. ഓണത്തിന്റെ സീസണിലാണ് നേന്ത്രക്കായ സാധാരണയായിട്ട് കൂടുതലായിട്ട് ഉണ്ടാകാറ്. ഞങ്ങളുടെ വീട്ടിൽ കുറെ നേന്ത്രക്കായ ഉണ്ട്. ഈ നേന്ത്രക്കായ ഉപയോഗിച്ച് തോരനും മെഴുക്കുപുരട്ടിയൊക്കെയാണ് സാധാരണയായിട്ട് ഉണ്ടാക്കാറ്. അതുപോലെ തന്നെ നേന്ത്രക്കായ ഉപയോഗിച്ച് നമുക്ക് നല്ല പുളിശ്ശേരി ഉണ്ടാക്കാം. എന്നാലും സ്ഥിരം നമുക്ക് ഈ നേന്ത്രക്കായ ഉപയോഗിക്കുമ്പോൾ മടുപ്പായിരിക്കും. അങ്ങനെയുള്ള അവസരത്തിൽ ട്രൈ ചെയ്യാവുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വേറൊന്നുമല്ല, നേന്ത്രക്കായ ഫ്രൈ ചെയ്തതാണ്. പച്ച നേന്ത്രക്കായയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഈ നേന്ത്രക്കായ ഫ്രൈ. ഞാൻ കുറച്ച് നേന്ത്രക്കായ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. 6 മീഡിയം സൈസുള്ള നേന്ത്രക്കായാണിത്. വലുതൊന്നുമല്ല, മീഡിയം സൈസാണ്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിന്റെ 2 സൈഡും നമുക്ക് മുറിച്ച് കളയാം. ഇതിന് ഞാൻ ഒരുപോലെയുള്ള 3 പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ്. നമുക്കിതിനെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ഒരു പീസിനെ 3 അല്ലെങ്കിൽ 4 സ്ലൈസ് ആക്കി എടുക്കാം. നല്ല കട്ടിയുള്ളതാണെങ്കിൽ 4 ആക്കാം, അല്ലെങ്കിൽ 3 ആക്കിയാൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാ പീസുകളും സ്ലൈസ് ചെയ്തെടുക്കണം. ഞാൻ ഇതിനു മുൻപ് വഴുതന ഉപയോഗിച്ചിട്ടുള്ള ഫ്രൈയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. വഴുതന ഉപയോഗിച്ചിട്ടുള്ള ഫ്രൈ നല്ല ടേസ്റ്റ് ആണ്. വഴുതന തോരൻ എന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല, പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ. അങ്ങനെയുള്ള സമയത്തെല്ലാം ട്രൈ ചെയ്യാവുന്നതാണ് വഴുതന ഫ്രൈയും. നമുക്കിനി ഈ നേന്ത്രക്കായെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് എരിവൊന്നുള്ള മുളക് പൊടിയല്ല, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ എടുത്തുള്ളൂ. നല്ല എരിവാണെങ്കിൽ ഇത്ര എടുക്കരുത്. അടുത്തതായി ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാണ്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ നേന്ത്രക്കായെ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം. എത്രത്തോളം സമയം ഇരിക്കണോ അതിനനുസരിച്ച് ഇത് നേന്ത്രക്കായയിൽ പിടിക്കും. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാനിവിടെ പെരിഞ്ജീരകം ഡയറക്റ്റ് തന്നെ ഈ പാനിലോട്ട് ചേർത്തിരിക്കുകയാണ്. ഇതിന് പകരമായിട്ട് പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ചേർത്താൽ മതി. 1 ടീസ്പൂണൊന്നും ചേർക്കരുത്, അതിന്റെ നല്ല കുത്തു വരും. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞ വഴുതനങ്ങ ഫ്രൈയുടെ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക് പാനിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. നന്നായി ചൂടായ എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രക്കായ മാറ്റാം. ഈ നേന്ത്രക്കായ ഞാൻ തൊലിയോടുകൂടെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. തൊലിയോടുകൂടെ ഉപയോഗിക്കുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. തൊലി ഇല്ലാതെയും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്, പക്ഷെ തൊലിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ തൊലിയിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് നേന്ത്രക്കായയെ അടുക്കി വെക്കാം. ഇതിന് മുകളിലായിട്ട് ഞാൻ 2-3 എണ്ണം വെക്കുന്നുണ്ട്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഈ നേന്ത്രക്കായ ചുങ്ങി വരും. അങ്ങനെയാകുമ്പോൾ ഇത് വെക്കാനുള്ള സ്പേസ് കൂടെ ഉണ്ടായിരിക്കും. ഒരു തവണ കൂടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള നേന്ത്രക്കായ ഉണ്ട്. ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അടിഭാഗം ഒരുവിധം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ തിരിച്ചിടാം. ഇപ്പൊ തന്നെ നമ്മുടെ നേന്ത്രക്കായ ഒരുപാട് ചുങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഈ മുകളിൽ വെച്ചതിനെ എല്ലാം സ്പ്രെഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും ഇതില്. ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ള മുഴുവൻ പീസിനെയും നമുക്ക് തിരിച്ചിടാം. ഈ സൈഡ് കൂടെ ഫ്രൈ ആയി വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, കരിഞ്ഞു പോകും. നമ്മുടെ നേന്ത്രക്കായ ഫ്രൈ ആയി വരുന്നുണ്ട്. നന്നായി ഒന്ന് ഫ്രൈ ആയതിനു ശേഷം വേണം നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാൻ. ഇപ്പൊ നമ്മുടെ നേന്ത്രക്കായ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയാണ്. ഫ്രൈ ചെയ്ത ശേഷം ഇതിനെ പാനിൽ വെക്കരുത്. നേന്ത്രക്കായ കുറച്ച് ബലമുള്ളതായിരിക്കും. അപ്പൊ ഫ്രൈ ചെയ്തെടുക്കൂടെ ചെയ്താല് നന്നായിട്ട് ബലം വരും. അതുകൊണ്ട് ഫ്രൈ ചെയ്ത ഉടൻ തന്നെ വേറൊരു വെസലിലോട്ട് മാറ്റണം. ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ തിരിച്ചിടാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ നേന്ത്രക്കായാണിത്. നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. നല്ല ചൂടോടുകൂടെ തന്നെ നമുക്കിതിനെ സെർവ് ചെയ്യാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നേന്ത്രക്കായ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചോറിന്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാവുന്ന നല്ലൊരു ഡിഷാണിത്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.